കർത്താവിൽ പ്രിയരെ, ജലസ്നാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒന്നാം ഭാഗം ചിന്തിക്കുവാൻ നമുക്കിടയായത്. ഇന്ന് ജലസ്നാനം എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ജലസ്നാനം എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിൻ്റെ അനിവാര്യമാകുന്ന ഒരു ഘടകം എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ബാപ്റ്റിസ്മൽ റീജനറേഷൻ ഈസ് എഗൻസ്റ്റ് ദ ടീച്ചിങ് ഓഫ് സോറ്റീരിയോളജി. രക്ഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾക്ക് നേരെ വിരുദ്ധമാകുന്ന ഉപദേശമാണ് സ്നാനം കൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കും എന്നുള്ള ഉപദേശം. അതുകൊണ്ട് സ്നാനം വീണ്ടും ജനനത്തിന് ഉപാധിയെ അല്ല എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാൻ നമുക്കിടയായത്. ഇന്നിപ്പോഴ് അതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്നാനത്തിൻ്റെ രീതി, എങ്ങനെയാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്, അതേക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, കൊലോസ് ലേഖനം 2:12, ഗലാത്യർ 3:27 ഈ 3 ഭാഗങ്ങൾ വായിച്ചാൽ ജലസ്നാനം അല്ലെങ്കിൽ ക്രിസ്തീയ സ്നാനം അതിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ഉം 21 വാക്യങ്ങളും ഈ കാര്യം വളരെ വ്യക്തമാകുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്ന് പറയുന്നത് കൊണ്ട് സ്നാനത്തിന്റെ അർത്ഥവും സ്നാനത്തിന്റെ ലക്ഷ്യവും അവിടെ വളരെ വ്യക്തമായി പറയുന്നു. എന്താണ് സ്നാനത്തിന്റെ അർത്ഥം, എന്താണ് സ്നാനത്തിന്റെ ലക്ഷ്യം? യേശു ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതാണ് സ്നാനത്തിന്റെ അർത്ഥം. അതിന്റെ ഉദ്ദേശവും തന്നെയാണ്. യേശു ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം എന്നീ 3 കാര്യങ്ങളോട് നാം ഏകീഭവിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ജലസ്നാനം കൊണ്ട് ഒരു വിശ്വാസിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം എന്നിങ്ങനെയുള്ള വിഷയങ്ങളോട് ഏകീഭവിക്കുവാൻ കഴിയുകയില്ല. ആ ഐഡന്റിഫിക്കേഷൻ ആത്മസ്നാനം കൊണ്ടാണ് സാധിക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പ്രസ്താവിച്ചല്ലോ. 1 കൊരിന്ത്യർ 12:13 വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, യഹൂദന്മാരോ യവനന്മാരോ, ദാസരോ സ്വതന്ത്രരോ, നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുവരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവിടെ ഏകാത്മസ്നാനം, ഏകാത്മപാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനത്തെ സംബന്ധിച്ചാണ്. വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരത്തോടെ ഏകീഭവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. സ്നാനം ഒരു ശവം അടക്കിനെയും ഉയർപ്പിനെയും സൂചിപ്പിക്കുന്ന സൂചകം കൂടിയാണ്. ഞാൻ അതേക്കുറിച്ച് 8 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാൻ ആണ് ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. സ്നാനം എന്തിനെയൊക്കെ കാണിക്കുന്നു? 1, മാനസാന്തരത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളമാണ്. മർക്കോസ് 16:16 അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. മത്തായി 28:19-20 വാക്യങ്ങൾ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രസ്താവന മത്തായി എന്ന് പറയുന്ന ശുശ്രൂഷകൻ നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് യഹൂദന്മാർക്കാണ് താൻ എഴുതുന്നത്. മർക്കോസ് പത്രോസിന്റെ ദ്വിഭാഷിയായിരുന്നു. പത്രോസിൽ നിന്ന് കേട്ടറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വിളിച്ചതിലാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതുന്നത്. അദ്ദേഹം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ 2-ാം ഭാഗം പറയുന്നു, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവിടെ 2 കാര്യങ്ങൾ ഒന്നിച്ച് പൗലോസ് പറയുകയാണ് കർത്താവ്. 1, വിശ്വസിക്കുക, 2, സ്നാനപ്പെടുക. അല്പം കൂടെ ഞാൻ അർത്ഥവത്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടുവാൻ വിശ്വാസവും രക്ഷിക്കപ്പെട്ടവർക്ക് സ്നാനവും
ഇതാണ് അവിടുത്തെ വിവക്ഷ. മർക്കോസ് 16 അത് മാനസാന്തരത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളമാണ്. 2 1 പത്രോസ് 3 20, 21, 22 വാക്യങ്ങളിൽ സ്നാനം നല്ല മനസ്സാക്ഷിക്കാരുള്ള ഒരു അപേക്ഷയാണെന്ന് പറയുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുന്നു എന്ന കാരണത്താൽ നമ്മുടെ മനസ്സാക്ഷി നല്ല മനസ്സാക്ഷിയായി തീരുന്നു. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, തന്റെ വചനം അനുസരിക്കുക എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സാക്ഷി നല്ല മനസ്സാക്ഷിയായി മാറ്റപ്പെടുന്നു. അതാണ് നല്ല മനസ്സാക്ഷിക്കാരുള്ള അപേക്ഷ എന്ന് ഇവിടെ പറയുന്നത്. 3 ക്രിസ്തുവിനോട് കൂടെയുള്ള അടക്കപ്പെടൽ. അത് വളരെ വ്യക്തമായി ദൈവം പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടെ നമ്മുടെ പഴയ ശരീരത്തെ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കാൻ അടക്കം ചെയ്യുന്നു. റോമർ 6 അതാണ് വായിക്കുന്നത്. കാരണം നാം അറിയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മുൻകൂട്ടി സംഭവിച്ച ഒരു കാര്യത്തെ നാം ഇപ്പോഴാണ് അറിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മാത്രയിൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചതായും അങ്ങനെ ക്രിസ്തുവിനോട് നാം മരിച്ചു എന്നുള്ള വിഷയം ജലസ്നാനത്തിൽ ഇപ്പോൾ നാം സാക്ഷിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നാം ക്രിസ്തുവിനോടെ അടക്കപ്പെടുന്നത്. അതായത് മരിച്ച ആളുകളെ സാധാരണ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നാം എഫേസ്യർ 2:1 അങ്ങനെയുള്ളവരെ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും മരിച്ചവരാണെന്ന് തിരിച്ചറിഞ്ഞ് സംസ്കരിക്കുന്നു. അതാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. ഇനി 4 പറയുമ്പോൾ ഒരു പുതിയ നിയമത്തിന്റെ പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ് സ്നാനം. സ്നാനം ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ എന്ന് റോമർ 6:4 പറയുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ നടക്കേണ്ടതിന്, അതാൻ്റെ അർത്ഥം, അവന്റെ ദിവ്യ സ്വഭാവത്തിന് വിപരീതമായി ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുക. അതായത് ദൈവ സ്വഭാവത്തിന് അനുരൂപമായിട്ടാണ്, വിപരീതമായിട്ടല്ല, അവന്റെ ദൈവ സ്വഭാവത്തിന് അനുരൂപമായി നാം ക്രിസ്തുവിനോട് ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ജീവൻ നമ്മിൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരുന്നു. പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും മരിച്ച വിശ്വാസി വെള്ളത്തിൽ നിമജ്ജനപ്പെടുമ്പോൾ തന്റെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് സംസ്കരിക്കപ്പെട്ടതായും അവൻ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി നാമും ഒട്ടിച്ചേർക്കപ്പെട്ടതായും അങ്ങനെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ജീവൻ നമ്മിൽ സന്നിവേശിക്കപ്പെട്ടതായും നാം പ്രഖ്യാപിക്കുന്നു. അതാണ് ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭത്തിന്റെ സാക്ഷ്യമാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചു. നാം ക്രിസ്തുവിൽ പുതു മനുഷ്യനായി തീർന്നു. എന്നാൽ സ്നാനപ്പെട്ടപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടവരായ നാം ഒരു പൊതുജീവിതം ആരംഭിച്ചു എന്നൊരു പക്ഷേ ലോകം അറിയുന്നത്. നമ്മെ കാണുന്ന ആളുകൾ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം സ്നാനതീരത്തിൽ കർത്താവിനോടുകൂടെ ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭത്തിനായി സമർപ്പിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഗലാത്യർ 3:27 5ാമത്തെ കാര്യം പൗലോസ് പറയുന്നത്. പുതിയ വസ്ത്രം ധരിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് സത്യത്തിന്റെയും നീതിയുടെയും ഫലമായ പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്തിരിക്കുന്നു. പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളൂടെ ഉരിഞ്ഞു കളയുന്നു. നമ്മൾ സ്നാനജലത്തിൽ നിമജ്ജനപ്പെടുമ്പോൾ നമ്മൾ പറയുകയാണ് പരസ്യമായി, ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ, പഴയ സ്വഭാവത്തെ സമ്പൂർണമായി ഉരിഞ്ഞു കളയുന്നു. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ഞാൻ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നു മുതൽ കഴിഞ്ഞകാല ജീവിതത്തിലെ എൻ്റെ പാപത്തിന്റെ പ്രകൃതത്തിന് എന്നിൽ യാതൊരുവിധമായ അധികാരവുമില്ല. സ്വാധീനമില്ലെന്നല്ല, അധികാരവുമില്ല. എന്റെ മേലുള്ള അധികാരം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ശരീരത്തിന്റെ ബലഹീനത എത്ര വലുതാണെങ്കിലും അതിന്മേൽ ധരിക്കുന്ന വസ്ത്രം ആ ബലഹീനതയെ മറയ്ക്കുന്ന പോലെ നമ്മുടെ പുതുവസ്ത്രം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു വിശ്വാസി
അവൻ്റെ ബലഹീനതയിലും അവൻ ക്രിസ്തുവിനെ ധരിച്ചവനായി ഒരു പുതിയ വസ്ത്രധാരണിയായി മാറ്റപ്പെടുന്നു എന്നുള്ള സത്യം. ആറാമതായി മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യത്വത്തിൻ്റെ ആദ്യത്തെ പടി. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നതെല്ലാം ഉപദേശം കൊണ്ട് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഒരു വിശ്വാസിയെ ക്രിസ്തു ശിഷ്യരാക്കി തീർക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണ് ക്രിസ്തീയ സ്നാനം. ഇവിടെ ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരവോട് പറയാം. പല ആളുകൾ ചോദിക്കുക, രക്ഷിക്കപ്പെട്ടാൽ പോലെ നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകുമല്ലോ, കാര്യം രക്ഷയ്ക്ക് സ്നാനം അനിവാര്യമല്ലെന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ശരിയാണ്. എങ്കിൽ പിന്നെ വൈ ഷുഡ് ബി ബാപ്റ്റൈസ്? എന്തുകൊണ്ട് നമ്മൾ സ്നാനപ്പെടണം? സ്നാനം എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചവൻ വീണ്ടും ജനിച്ച് ദൈവപൈതലായി തീർന്നിരിക്കുന്നു. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യനായിത്തീരുക എന്നുള്ളതിൻ്റെ പല പടികളിൽ ഒന്നാമത്തേതാണ് അവൻ്റെ വിശ്വാസ സ്നാനം അനുസരിക്കുക എന്നുള്ളത്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ സ്നാനം കഴിപ്പിച്ചും ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കണം. രക്ഷയിലേക്ക് നയിക്കണം. രക്ഷയിലേക്ക് നയിച്ചവരെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തിക്കൊണ്ട് ശിഷ്യരാക്കണം. ഒരു യഥാർത്ഥ ശിഷ്യൻ ഗുരുവിൽ നിന്ന് പഠിക്കുകയും പഠിക്കുന്ന എല്ലാ കാര്യവും അനുസരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഇറ്റ് ഈസ് ഇനഫ് ടു ബി എ ഡിസൈബിൾ ടു ബി ആസ് ഹിസ് മാസ്റ്റർ. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. യഥാർത്ഥ ഗുരു കർത്താവായ യേശുവ. തന്നിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും ചെയ്തവനാണ് ശിഷ്യൻ. ശിഷ്യത്തിൻ്റെ ഒന്നാമത്തെ പടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാം, അനേക ആളുകളും രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനം എന്ന് കേൾക്കുമ്പോൾ അവർ പിറകോട്ട് മാറുകയാണ്. ചില പള്ളാടുകളെ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ. വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ചില ആടുകളുണ്ട്. എൻ്റെ ബാല്യകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ഗ്രാമീണ ജീവിതത്തിൽ ആടും കോഴിയും ഒക്കെ സർവ്വസാധാരണമായിരുന്നല്ലോ. അതിലെ ചില ആടുകൾ ജീവൻ പോയാൽ വെള്ളം കുടിക്കുകയില്ല. നമ്മൾ എത്ര വലിച്ച് പിടിച്ച് കുടിക്കാൻ ശ്രമിച്ചാലും ഇത് പുറകോട്ട് വലിയും. അതുപോലെയാണ് ചില ആളുകൾ രക്ഷിക്കപ്പെടാൻ വരെ തയ്യാറാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ പഴയ ശരീരത്തെ കുഴിച്ചിടാൻ തയ്യാറല്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ സ്വർഗരാജ്യം പ്രാപിക്കാൻ രക്ഷിക്കപ്പെട്ടേ മതിയാവൂ എന്ന് വചനം പറയുന്നു. കാരണം മാനസാന്തരപ്പെടാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. പൊതുജനം കൂടാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. എന്നാൽ നിങ്ങളൊരു പക്ഷെങ്കിൽ ആശ്വസിക്കുമായിരിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്നല്ലോ, സ്നാനപ്പെട്ടതെങ്കിലും നിർബന്ധമൊന്നുമല്ല. അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പരസ്യമായ സാക്ഷ്യവും അവനെ മാനസാന്തരപ്പെട്ട് വിശ്വാസിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളവും ദൈവത്തോട് നല്ല മനസാക്ഷി പ്രാപിച്ചവനാണെന്നുള്ളതിന്റെ തെളിവും കർത്താവായ യേശു ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു എന്നുള്ളതിന്റെ മാതൃകയും ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാണെന്നുള്ളതിന്റെ പരസ്യമായ പ്രഖ്യാപനവും കർത്താവായ യേശു ക്രിസ്തു എന്ന പുതുമനുഷ്യനെ ധരിക്കുന്നതിന്റെ വ്യക്തമായ തെളിവും ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടിയും എന്ന നിലയിൽ നിശ്ചയമായും സ്നാനം സ്വീകരിക്കണം. രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുണ്ടാവുകയും സ്നാനത്തിന്റെ കാര്യം പറയുമ്പോൾ പുറകോട്ട് ഈ പള്ളാട്ടിനെ പോലെ വലിയുകയും ചെയ്യുന്നവർ കർത്താവിന്റെ കൽപ്പനയെ അനുസരിക്കാൻ മനസ്സില്ലാത്തവരും ശിഷ്യത്വത്തിന്റെ പ്രഥമ പടിയിലേക്ക് കാൽച്ചുവട് വയ്ക്കുവാൻ മനസ്സില്ലാത്തവരുമാണ്. കഷ്ടിച്ച് രക്ഷപ്പെട്ടവരെന്ന് പറയാം, എന്നാൽ അനുസരണമുള്ളവരല്ല. ഏഴാമത് നമ്മൾ വായിക്കുന്നു പ്രവൃത്തി 9:18 മുതൽ 20 വാക്യങ്ങൾ. ശൗലിന്റെ സ്നാനത്തോട് ബന്ധത്തിലാണ് പറയുന്നത്. കർത്താവിനെ പരസ്യമായി സാക്ഷിക്കുന്ന ജീവിതത്തിന്റെ പ്രാരംഭം അതാണ് പ്രവൃത്തി 9:20. കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷിക്കുന്ന ജീവിതത്തിന്റെ ആരംഭം. അവിടെ മുതലാണ് ഒരു വിശ്വാസി യേശു ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം അറിഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അറിഞ്ഞു, സ്വർഗത്തിലെ ദൂതന്മാർ അറിഞ്ഞു, നമ്മുടെ വീട്ടിലെ അടുത്ത ആളുകൾ, മാതാപിതാക്കളോ നമ്മുടെ സഹോദരവർഗങ്ങളോ അറിഞ്ഞു. എന്നാൽ ലോകം അറിയുന്നത്
നാം രക്ഷിക്കപ്പെട്ടു എന്ന് ലോകം അറിയുന്നത് പരസ്യമായി സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുമ്പോഴാണ്. ഇനിയും എട്ടാമത് ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഈ ഷോർട്ട് സ്റ്റഡി ഇവിടെ പര്യവസാനിക്കുകയാണ്. സ്നാനത്തിൻ്റെ ഉപയോഗിക്കേണ്ട നാമം, സ്നാനം കഴിക്കേണ്ട നാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. കർത്താവ് പോലെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിയും. നാമങ്ങളിലല്ല, നാമത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ദൈവമാകുന്നു എന്നതിൻ്റെ അർത്ഥം. സ്നാനം കഴിക്കേണ്ട നാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമമാണ്. അപ്പോൾ സ്വാഭാവികമായി എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ നടപടി രേഖപ്പെടുത്തുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കർത്താവ് കൽപ്പിച്ചു. കൽപ്പനയുടെ അനുസരണമാണ് സ്നാനമെങ്കിലും അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയായിട്ടാണ് വായിക്കുന്നത്. കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ കൊടുത്ത കൽപ്പനയ്ക്ക് നേരെ വിപരീതമല്ലേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞു? അല്ല, പത്രോസും മറ്റും അത് ആ നാമം ഉപയോഗിച്ചത് യഹൂദന്മാരുടെ ഇടയിലാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ വാഗ്ദത്ത മെസ്സീഹയായിട്ട് സ്വീകരിക്കുന്നില്ല. അവനെ അവരുടെ രാജാവായിട്ട് അംഗീകരിക്കുന്നില്ല. തങ്ങൾ ക്രൂശ് തള്ളിപ്പറഞ്ഞ് അധർമ്മികളെ ഏൽപ്പിച്ച് ക്രൂശിച്ചു കൊന്ന ഈ യേശുക്രിസ്തു തന്നെ ദൈവമെന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ നാമം സമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, പിതാവിനോടുകൂടെ ഉണ്ടല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവം എന്ന നിലയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്. അത് യഹൂദന്മാരെ ബോധ്യപ്പെടുത്താനാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിച്ചത്. ഞാൻ ഈ ക്ലാസ് നിർത്തട്ടെ. സ്നാനത്തിന്റെ അർത്ഥവും അതിന്റെ ലക്ഷ്യവും അതെല്ലാം പറയാം. സ്നാനത്തിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം എന്നിവയോട് ഏകീഭവിക്കുന്നു. അതിന്റെ ലക്ഷ്യമെന്താണ്? അത് മുഖാന്തരമായി ക്രിസ്തുവിന്റെ ശരീരത്തോട് നാം ചേർക്കപ്പെടുന്നു. അത് ജലസ്നാനം കൊണ്ട് സാധിക്കുകയില്ല, ആത്മസ്നാനം കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആത്മസ്നാനം കൊണ്ട് ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുദ്ധാനത്താൽ ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നവരായ നാം ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷിക്കുന്നതിന്റെ ഒരു എംബളമാണ്, അല്ലെങ്കിൽ ഒരു സാധന പാഠമാണ്, അടയാളമാണ് ഈ ജലസ്നാനം എന്ന് പറയുന്നത്. അത് മാനസാന്തരത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളം. മർക്കോസ് 16:16. ക്രിസ്തുവിനുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷ പത്രോസിന്റെ 1-ാം ലേഖനം 3:21-22. ക്രിസ്തുവിനോടുള്ള അടക്കപ്പെടൽ റോമർ 6:3. ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭം റോമർ 6:4. പുതിയ വസ്ത്രം ധരിക്കുക ഗലാത്യ ലേഖനം 3:27. ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടി മത്തായി 28:19-20. ക്രിസ്തുവിനുള്ള പരസ്യമായ സാക്ഷ്യം പ്രവൃത്തി 9:20. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കഴിക്കപ്പെടുന്ന സ്നാനം. ഇതാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന സ്നാനം നിമജ്ഞനവും, വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന സ്നാനം ഒരു പാപി കർത്താവിൽ വിശ്വസിച്ച ശേഷം വരുന്നതും, വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരിക്കപ്പെടുന്നതും, വേദപുസ്തകം പറയപ്പെടുന്ന സ്നാനം കർത്താവിന്റെ മരണ, അടക്ക, പുനരുദ്ധാനത്തോട് സാദൃശ്യപ്പെടുത്തുന്ന മുഴുകലും, അല്ലാതെ മുതിർന്ന സ്നാനമോ ശിശുസ്നാനമോ അല്ല. അതെല്ലാം എപ്പിസ്കോപ്പൽ സഭകളുടെ പാരമ്പര്യത്തിൽ അവർ സ്വീകരിച്ചു വന്ന വേദവിപരീതമായിരിക്കുന്ന മാതൃകയാണ്. അപ്പോസ്തോലിക മാതൃക, ശ്ലൈഹിക മാതൃക എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സിൽ എന്നെ ശ്രദ്ധിച്ച അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ ഇതുവരെയും സ്നാനപ്പെട്ടവരല്ല എന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ കർത്താവിന്റെ കൽപ്പനയെ അനുസരിച്ചില്ല എന്നുള്ള കുറ്റക്കാരായി തീരാതിരിക്കേണ്ടതിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ മുമ്പാകെ നല്ല മനസ്സാക്ഷി ഉള്ളവരായി തീരുവാൻ
ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ളതും കൂടെ ഇതിനോട് ചേർന്ന് പറയാം. ചില സഭകളിൽ, വേർപെട്ട സഭകൾ തന്നെ, സ്നാനപ്പെടണം എന്നൊരു വ്യക്തി സാക്ഷ്യം പറഞ്ഞാലും അനിശ്ചിത കാലത്തേക്ക് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഈ സ്നാനശുശ്രൂഷ നടത്താതെ അത് നീട്ടിവെക്കുന്നൊരു പ്രവണതയുണ്ട്. ഇതിന് വേദപുസ്തകത്തിൽ ആധാരമുണ്ടോ എന്നൊരു ചോദ്യം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താനാണ് ദൈവം പറയുന്നത്. നാം വിശ്വസിക്കുന്നവരെ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് നമ്മൾ ശോധന ചെയ്ത് പരിശോധിച്ച ശേഷം ഇവൻ വിശ്വാസത്തിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് സ്നാനപ്പെടുത്താൻ വേദപുസ്തകം പറഞ്ഞിട്ടില്ല. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ തൽക്ഷണം അവനെ സ്നാനപ്പെടുത്താം. സ്നാനപ്പെട്ടവൻ അവന്റെ കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത്. സ്നാനപ്പെട്ട പല ആളുകളും പിന്മാറിപ്പോയിട്ടുണ്ട്. നൂറുകണക്കിന് ആൾക്കാരെ എനിക്കറിയാം. ആവേശത്തോട് വന്ന് സ്നാനപ്പെട്ടു, എന്നാൽ പിന്നീട് അവർ പിടിച്ചു നിൽക്കാതെ പിന്മാറിപ്പോയി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതത്തിനായുള്ള ആഹ്വാനം കൂടിയാണ് സ്നാനം. അതിൽ തുടരുവാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ്. ദൈവം ഇതുമായി അവർ കണക്ക് തീർക്കട്ടെ. എന്നാൽ ദൈവവചനം പറയുന്നത് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഏത് ദൈവവേദിലും സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിക്കണം എന്നാണ്. അങ്ങനെ സാക്ഷിക്കുന്നില്ല എങ്കിൽ ദൈവസ്ഥലം നാം നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയുടെ അനുസരണത്തോട് നാം കാണിച്ച ലംഘനത്തിന് ദൈവസ്ഥനിൽ കുറ്റമുള്ളവരായിത്തീരും എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയട്ടെ. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ ഞാൻ മാർത്തോമാ സഭാവിഭാഗത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. മാമോദിസ 56-ാമത്തെ ദിവസം എൻ്റെ അല്പം താമസിച്ചെന്നാണ് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത്. സ്വീകരിച്ചവനാണ്. എന്നാൽ ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ഭൂമിയിൽ ആരും എന്നെ ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ നിർബന്ധിച്ചില്ല. ഞാൻ തന്നെ വേദോസ്തം വായിച്ചു. ഞാൻ തന്നെ മത്തായി 28-19-20 വാക്യങ്ങൾ, മർക്കോസ് 16-16, ഇതര വേദഭാഗങ്ങൾ, പത്രോസിന്റെ 1-ാം ലേഖനം 3-21-22, ഗലാത്യർ 3-27, റോമർ 6-1-11 വാക്യങ്ങൾ, ഇതെല്ലാം ഞാൻ വായിച്ചു. വായിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു. ആ കൊതി തീരാത്ത ആർത്തിയോടെ ആവർത്തിച്ച് വായിച്ചു. അവിടെയെല്ലാം വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തിയതായി ഞാൻ വായിക്കുന്നത്. ഇങ്ങനെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചാത്തന്നൂര് ബൈബിൾ സ്കൂളിൽ ജോയിൻ ചെയ്ത വർഷമായിരുന്നു. കുളനട CV അല്ലെങ്കിൽ പന്തളം CV എന്ന് അറിയപ്പെടുന്ന, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന CB ജോർജ് സാറിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീട്ടിലൊക്കെ ഒന്ന് ചോദിച്ച് മാതാപിതാക്കളുടെ അനുവാദമൊക്കെ വാങ്ങിച്ച് അവരുടെയും കൂടെ അഭിപ്രായം ആരാഞ്ഞിട്ട് പോരെ. കാര്യം ചാത്തന്നൂര് ചെല്ലുന്ന ആളുകളെയൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തുന്ന ഒരു അപവാദം കേൾക്കണ്ട എന്ന് വെച്ചായിരിക്കാം. അപ്പം ഞാൻ 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം വായിക്കയിൽ വിശ്വാസ സ്നാനം മാത്രമാണ് തിരുവെഴുത്തിന് നിരക്കുന്നതെന്നും രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കാൻ എനിക്ക് സ്നാനപ്പെടുമെന്ന് പറഞ്ഞു. പിറ്റേ ഞായറാഴ്ച തന്നെ സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? നിശ്ചയമായും സ്നാനപ്പെടണം. നിങ്ങൾ സ്നാനപ്പെടാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് പരിശോധിക്കണം. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ സ്നാനപ്പെട്ടേ മതിയാവൂ. ദൈവം അങ്ങനെയാണ് പറയുന്നത്. സ്നാനം ഒരു പ്രത്യേക സഭയോട് ചേരാനല്ല, സ്നാനം കർത്താവിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി നാം എടുക്കുന്ന ഒരു ബാഹ്യ പ്രകടനമാണ്. കർത്താവിൻ്റെ കൽപ്പനയുടെ അനുസരണമാണ്. അതനുസരിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടു സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടിയാറുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.